കണ്ണൂർ വളപട്ടണത്തെ വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് വൻ കവർച്ചയിൽ പോലീസ് നായ മണം പിടിച്ചെത്തിയത് വളപട്ടണം റെയിൽവേ പാളത്തിലേക്ക്. പാളത്തിലൂടെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് ഏറെ ദൂരം മുന്നോട്ട് പോയി പ്രതി വളപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി രക്ഷപ്പെട്ടതായും സംശയമുണ്ട്. മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത്? ഇന്നലെ രാത്രിയാണ് ഈ ഇത്തരത്തിൽ വളപട്ടണത്തെ മന്നയിലുള്ള വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ മോഷണം നടന്നതായ ഒരു വിവരം പുറത്തു വന്നത്. ഈ മാസം 19-ാം തീയതി അവർ തമിഴ്നാട് മധുരയിലുള്ള ഒരു സ്ഥലത്ത് കല്യാണത്തിന് വേണ്ടി പോയിരുന്നു. ആ കല്യാണം കഴിഞ്ഞ് ഇന്നലെ രാത്രി തിരിച്ചെത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു മോഷണം നടന്നതായ വിവരം അവർക്ക് മനസ്സിലായത്. 20-ാം തീയതി പുലർച്ചെ അവരുടെ വീട്ടിൽ മോഷണം നടന്നതായാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. 300 പവനും 1 കോടി രൂപയുമാണ് ഈ വീട്ടിൽ നിന്ന് മോഷണം നടന്നതായി കണ്ടെത്തിയത്. അടുക്കള വശത്തെ ജനലിന്റെ ഇരുമ്പഴി മുറിച്ചു മാറ്റിയാണ് മോഷ്ടാക്കൾ വീടിന്റെ അകത്ത് കയറിയത്. തുടർന്ന് കിടപ്പുമുറിയിലെ ലോക്കർ തകർത്തുകൊണ്ട് 1 കോടി രൂപയും 300 പവനും മോഷ്ടിക്കുകയായിരുന്നു. ഈ കവർച്ചാ സംഘം രക്ഷപ്പെട്ടത് വളപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറിയാണെന്നൊരു നിഗമനമാണ് ഇപ്പോൾ പോലീസിനുള്ളത്. കാരണം ഈ വീട്ടിലെത്തിയ പോലീസായ മണം പിടിച്ച് വീടിന് പിൻഭാഗത്തുള്ള റെയിൽവേ പാളത്തിലൂടെ നേരെ പോയത് വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടെ എത്തി പോലീസായ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് തന്നെയാണ് വളപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി മോഷ്ടാക്കൾ രക്ഷപ്പെട്ടതാവാമെന്നൊരു സൂചന തന്നെയാണ് ഇപ്പോൾ പോലീസിന് ഉള്ളത്. കാരണം ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ 4 ദിവസമായി. അതുകൊണ്ട് തന്നെ മോഷ്ടാക്കൾ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ടാകാമെന്നൊരു നിഗമനം കൂടി പോലീസിനെ സംബന്ധിച്ചുണ്ട്. അതിൽ അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. വിരലടയാള വിദഗ്ധരടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് ഈ മോഷണ കവർച്ചയെ സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള തീരുമാനത്തിലാണ് റൂറൽ SP ഉള്ളത്. രജനി, ശരി. എന്തായാലും കണ്ണൂർ വളപട്ടണത്തെ വ്യാപാരിയുടെ വീട്ടിൽ നടന്ന വൻ കവർച്ചയിൽ പോലീസ് നായ മണം പിടിച്ചെത്തിയത് വളപട്ടണം റെയിൽവേ പാളത്തിലേക്കാണ്. പ്രതികൾ ട്രെയിൻ കയറി കടന്നിരിക്കാമെന്നൊരു സംശയം കൂടെ പോലീസ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. വലിയൊരു കവർച്ച തന്നെയാണ് വളപട്ടണത്ത് നടന്നത്.